എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ നാഗേഷും കൂട്ടുകാരും കേരളത്തിൽ എവിടെ പരിപാടികൾ സംഘടിപ്പിച്ചാലും ഞാൻ അവിടെയെല്ലാം ഒരു കാഴ്ചക്കാരനായി തന്നെ എത്തിച്ചേരാറുണ്ട്. ഇന്ന് ഒട്ടേറെ പ്രമുഖരായ ആളുകളുടെ കൂടെ ഇവിടെ പങ്കെടുക്കുന്നവരുടെ കൂട്ടത്തിൽ എൻ്റെ പേരും കൂടി ചേർക്കുകയുണ്ടായി. അതിന് പ്രത്യേക വിഷയമൊന്നും തന്നിട്ടുമില്ല. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും പറയാം എന്ന് വിചാരിച്ചാണ് ഞാൻ ഇവിടെ വന്നത്. എങ്കിലും പേരിനോടൊപ്പമുള്ള മിശ്രവാദ സംഘം സെക്രട്ടറി ആയതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടി പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ ചെല്ലുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കേരളത്തിൽ 70 വർഷമായിട്ട് മിശ്രവാഹ പ്രസ്ഥാനങ്ങളും ഒട്ടേറെ യുക്തിവാദി പ്രസ്ഥാനങ്ങളും പ്രവർത്തിച്ചിട്ടും ജാതി എന്തുകൊണ്ടാണ് പോകാത്തത്? ജാതിയൊക്കെ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ടല്ലോ. ഓഫീസുകളിൽ ജാതിയുണ്ട്, നമ്മൾ വണ്ടികളിൽ യാത്ര ചെയ്യുമ്പോൾ ജാതിയുണ്ട്, സ്കൂളുകളിൽ ജാതിയുണ്ട്, കല്യാണം കഴിക്കുമ്പോൾ ജാതിയുണ്ട്. ജാതി അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അന്നേരമാണ് നാഗേഷ് ഇപ്പോൾ പറഞ്ഞതുപോലെ മിശ്രവാഹത്തിലൂടെ അതിനെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്താൻ നമുക്ക് കഴിയും എന്ന് പറഞ്ഞത്. എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു വഴിയിലൂടെ യാത്ര ചെയ്ത് നമുക്കതിലേക്കൊന്ന് കടന്നു പോകാം. എൻ്റെ സംസാരത്തിൽ പലപ്പോഴും ജാതികൾ കടന്നു വരും, ജാതിയുടെ പേരുകൾ കടന്നു വരും. അതൊരു ജാതിവാദി ആയതുകൊണ്ടാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് വിചാരിക്കുക. എൻ്റെ അച്ഛൻ്റെ പേര് ജി ഷൺമുഖം എന്നാണ്. അച്ഛൻ ഇന്ത്യൻ യുക്തിവാദി സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, ശ്രീനി പട്ടത്താൻ സാറിനോടൊക്കെ ഒപ്പം. അച്ഛൻ്റെ വീട് മലയങ്കീഴ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്, ഇവിടെ അടുത്ത് തന്നെ. അച്ഛൻ്റെ പേര് ഗോവിന്ദൻ എന്നായിരുന്നു. അച്ഛൻ്റെ അച്ഛൻ ആ നാട്ടിലെ ഒരു മന്ത്രവാദിയും ഒരു ചികിത്സകനും കൂടിയായിരുന്നു. ചുട്ട കോഴിയൊക്കെ പറപ്പിക്കുന്ന ആളായിരുന്നു അച്ഛൻ്റെ അച്ഛൻ. അപ്പോൾ ഈ അച്ഛൻ്റെ അച്ഛൻ ഈ മന്ത്രവാദ പരിപാടികളുമായിട്ട് പോകുമ്പോൾ പരികർമ്മി എന്ന നിലയിൽ എൻ്റെ അച്ഛനും കൂടെ പോകുമായിരുന്നു. അപ്പം അച്ഛൻ്റെ അച്ഛൻ മന്ത്രവാദി, കൂടെ പോകുന്ന എൻ്റെ അച്ഛൻ. അപ്പോൾ എൻ്റെ അച്ഛൻ ചോദിക്കും, അച്ഛാ ഈ പറയുന്ന കാര്യത്തിലൊക്കെ വല്ല വാസ്തവമുണ്ടോ? ഈ ചുട്ട കോഴിയൊക്കെ എങ്ങനെയാണ് പറപ്പിക്കുന്നത്? അപ്പോൾ ഈ അച്ഛൻ പറഞ്ഞു കൊടുത്തു, ഈ ചുട്ട കോഴിയെ പറപ്പിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷെ പറന്നത് വേറെ കോഴിയും ചുട്ട കോഴിയാണ് നമ്മൾ ഇന്നലെ കറി വെച്ച് കൂട്ടിയതെന്നും ഈ അച്ഛൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഇതിലൊന്നും വലിയ വസ്തുതകളില്ല, ഇതൊക്കെ കള്ളത്തരമാണ് എന്ന് എൻ്റെ അച്ഛനോട് വളരെ ചെറുപ്പം മുതൽ ഈ മന്ത്രവാദിയായിട്ടുള്ള അച്ഛൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനെ 18 വയസ്സായപ്പോൾ തന്നെ എൻ്റെ അച്ഛന് ഏറ്റുമാനൂർ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൊഡക്ഷൻ സെൻ്റർ എന്നൊരു സ്ഥാപനത്തിൽ ജോലിയായി ഏറ്റുമാനൂർക്ക് പോവുകയാണ്. അവിടെയാണ് ഇടമറുക് സാറിൻ്റെയൊക്കെ പ്രവർത്തന കേന്ദ്രം. അന്ന് കോട്ടയത്ത് മനോരമയിലാണ് ഇടമറുക് സാറൊക്കെ ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ അദ്ദേഹം ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ അച്ഛന് ഉൾപ്പെടെയുള്ള ഒരുപാട് ചെറുപ്പക്കാർ ഇടമറുക് സാറിനോടൊപ്പം പ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്നു. അച്ഛനൊരു ഫയൽമാൻ്റെ ഒരു ലുക്കായിരുന്നു എൻ്റെ അച്ഛന്. ഇടമറുക് സാറ് ദുർബലനായിട്ടുള്ള ഒരാളുമായിരുന്നു. അപ്പോൾ ഇടമറുക് സാറ് പ്രസംഗിക്കാൻ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം ബോഡി സെക്യൂരിറ്റി ആയിട്ട് എൻ്റെ അച്ഛനും ആ നാട്ടിലെ കുറച്ച് ചെറുപ്പക്കാരും അദ്ദേഹത്തെ അനുഗമിക്കുമായിരുന്നു. പട്ടിത്താനം പോലെയുള്ള ചില സ്ഥലങ്ങളിൽ ഇടമറുക് സാറിന് കടുത്ത ആക്രമണം നേരിട്ടപ്പോൾ ഈ ഒരു ടീമാണ് അന്ന് അദ്ദേഹത്തെ അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോവുകയും ചെയ്തത്. അപ്പോൾ ഈ ചെറുപ്പക്കാർ എല്ലാവരും അന്ന് ഒരു സമ്മേളനത്തിൽ വെച്ച് പ്രതിജ്ഞ ചെയ്തു, ഞങ്ങൾ വിവാഹം കഴിക്കുകയാണെങ്കിൽ അത് മിശ്രവിവാഹം മാത്രമേ കഴിക്കൂ എന്ന് ഈ ചെറുപ്പക്കാർ ഏറ്റുമാനൂരിൽ കൂടിയ ഒരു സമ്മേളനത്തിൽ പ്രഖ്യാപനം ചെയ്തു. അന്ന് മുതൽ അവർ മിശ്രവിവാഹം കഴിക്കാൻ ഓടി നടക്കുകയാണ്. അപ്പം അങ്ങനെ പെട്ടെന്ന് കിട്ടത്തില്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ അതിനോടൊപ്പമുള്ള ഒരു ചെറുപ്പക്കാരൻ സുധാകര പണിക്കർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അവർ ഈ പൈസ കൊടുത്ത് പണിക്കർ സ്ഥാനം മേടിച്ചിട്ടുള്ള ഈഴവരിലെ ഒരു പ്രമുഖ വീട്ടിലെ ആളാണ്. അവർ ചെറുകര ആലപ്പുഴയിലാണ് അവരുടെ വീട്. ഇപ്പോഴും എൻ്റെ അമ്മാവൻ്റെ പേരിൽ അവിടെ പാർട്ടി ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ അമ്മാവന് ഈ പ്രവർത്തന രംഗത്ത് കടന്നു വന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പെണ്ണ് കണ്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത്, അപ്പോൾ അച്ഛൻ ഇന്ത്യ ഗവൺമെൻറ് ജോലിയുണ്ട്, പെണ്ണ് കണ്ട് നടക്കുന്ന സമയത്ത് എൻ്റെ അമ്മാവനായിട്ടുള്ള ആൾ പറഞ്ഞു, എൻ്റെ സഹോദരിയെ ഞാൻ ഷൺമുഖത്തിന് വിവാഹം കഴിച്ചു തരാൻ തയ്യാറാണ്. അപ്പോൾ എൻ്റെ അമ്മ അന്ന് വലിയ സുന്ദരിയായിരുന്നു. അപ്പോൾ അമ്മയോട് ഈ കാര്യങ്ങൾ പറയുകയും
അങ്ങനെ വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ അന്ന് മിശ്രവിവാഹ സംഘം ബുള്ളറ്റിനിൽ ആ വാർത്ത അച്ചടിച്ച് വന്നപ്പോൾ അമ്മ പറയുന്നുണ്ടായിരുന്നു, അപ്പോൾ എൻ്റെ അച്ഛൻ വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട ആളും അമ്മ ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുമായി. അപ്പോൾ അന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ വന്ന ആളോട് എൻ്റെ അമ്മ പറഞ്ഞു, വിശ്വകർമ്മക്കാരനാണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ, ഈഴവനാണെന്നാണ് ഞാൻ വിചാരിച്ചതെന്ന് എൻ്റെ അമ്മ പറഞ്ഞതും ഓർമ്മ വരികയാണ്. അങ്ങനെ അച്ഛൻ 28ാമത്തെ വയസ്സിൽ അച്ഛൻ വിവാഹം കഴിച്ചു. അന്ന് തലയോലപ്പറമ്പിൽ വെച്ച് നടന്ന മിശ്രവിവാഹ സംഘത്തിൻ്റെ സമ്മേളനത്തിലാണ് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും വിവാഹം നടന്നത്. അന്നതൊരു രാഹുകാലത്ത് നടന്ന ഒരു കല്യാണമായിരുന്നു. അതുപോലെ ആ കല്യാണത്തിനുണ്ടായിരുന്ന മറ്റൊരു പ്രത്യേകത, മിസ്സിസ് കുമാരനാശാൻ്റെ ഭാര്യയായിരുന്നു ആ കല്യാണത്തിന് മാല എടുത്തു കൊടുത്തത്. ഒരു പെണ്ണ് കല്യാണത്തിന് മാല എടുത്തു കൊടുക്കുക എന്നുള്ളത് അന്ന് വലിയൊരു ചരിത്ര സംഭവം തന്നെയായിരുന്നു. ഇടമറുക് സാറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ അന്ന് ആ കല്യാണം നടന്നു. നല്ലൊരു കുടുംബജീവിതം അവർക്ക് നയിക്കാൻ സാധിച്ചു. അങ്ങനെ എൻ്റെ സഹോദരി ഉണ്ടായി. സഹോദരിയുടെ പേര് സരിതയെന്നാണ്. സഹോദരി കല്യാണപ്രായമായപ്പോൾ ഈ അടുത്ത ആരെ കല്യാണം കഴിക്കും എന്നുള്ള പ്രശ്നമുണ്ടായി. അപ്പം അച്ഛൻ്റെ തന്നെ ഒരകന്ന ബന്ധത്തിലൊരാൾ, ഒരു പയ്യൻ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അന്ന് ഈ ബ്രില്യൻസിലെ PSC കോച്ചിങ് ഒക്കെ നടത്തുന്ന ബ്രില്യൻസിലെ ഒരു അധ്യാപകനായിരുന്നു. അച്ഛനും അമ്മയില്ല, ഒരു നിവൃത്തിയില്ലാത്ത ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു. അപ്പം ഞങ്ങൾ തന്നെ ഈ തിരുവനന്തപുരം സൈഡിലെ ഒരു പ്രത്യേകത, ഇവിടെ പെണ്ണുങ്ങളെ കല്യാണം കഴിച്ച് വിടുമ്പോൾ പെണ്ണുങ്ങൾക്ക് വീട് കിട്ടും, ആണുങ്ങൾ അനാഥരായി വീടില്ലാതെ പെണ്ണിൻ്റെ വീട്ടിലേക്കാണ് പിന്നെ അവർ വീട് തേടി പോകുന്നത്. പൊതുവേ പണ്ട് ഈ തിരുവനന്തപുരത്തുണ്ടായിരുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഇവർക്ക് വീട് മേടിച്ചു കൊടുത്തു. ഏറ്റുമാനൂരിൽ വെച്ച് തന്നെ ഇടമറുക് സാറിൻ്റെ കാർമ്മികത്വത്തിൽ തന്നെ ആ കല്യാണം മതേതരമായിട്ട് തന്നെ 10,000-ഓളം പേര് പങ്കെടുത്ത് നല്ല സദ്യയുമൊക്കെ കൊടുത്ത് ആ കല്യാണം കഴിച്ചു. അന്ന് എൻ്റെ സഹോദരിയുടെ ഭർത്താവ് കടുത്ത ഒരു വിശ്വാസിയായിരുന്നു. പക്ഷേ അന്നത്തെ നിവൃത്തികേട് കൊണ്ട് പുള്ളി ഇതെല്ലാം സമ്മതിച്ച് മാലയൊക്കെ മേടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് 25 വർഷത്തിന് ശേഷം വളരെ മനോഹരമായിട്ട് എൻ്റെ അളിയൻ ഞങ്ങളോട് പകരം വീട്ടി. കഴിഞ്ഞ വർഷം ഏറ്റുമാനൂർ അമ്പലത്തിൽ വെച്ച് എല്ലാ ആചാരപ്രകാരവും തന്നെ ആ സഹോദരിയുടെ മകളുടെ വിവാഹം ഞങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ നടത്തി. എന്നെ വിളിച്ചു പറഞ്ഞു, എടാ ഞാൻ കല്യാണം ബുക്ക് ചെയ്തിട്ടുണ്ട്, നീ വന്നാൽ കൂടിയിട്ട് പോകാം. പുള്ളി പകരം വീട്ടി 25 വർഷത്തിന് ശേഷമാണ് ആചാരപ്രകാരം എൻ്റെ സഹോദരിയുടെ മകളുടെ കല്യാണവും നടത്തി. പിന്നെ ഉണ്ടായിരുന്ന എൻ്റെ കല്യാണമാണ്. അപ്പോൾ അന്ന് ഞാൻ CMS കോളേജിൽ പ്രീ ഡിഗ്രി പഠിച്ചു, പിന്നെ ഹോമിയോ കോളേജിൽ വിദ്യാഭ്യാസം പഠിച്ചു. ഞാൻ അന്ന് ഇതുപോലെ സുന്ദരനായിട്ടുള്ള ഒരാളല്ലായിരുന്നു. പിന്നെ കൈ 10 പൈസ ഇല്ലാത്തൊരു കാലം. പെൺകുട്ടികളെ പ്രേമിച്ചു കഴിഞ്ഞാൽ അന്നും ഒരു ഐസ്ക്രീം മേടിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി എങ്ങോട്ടേലുമൊക്കെ കൊണ്ടുപോകണം. അതിനുള്ള പൈസകൾ അന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രേമം പരാജയപ്പെടുകയാണ്, പ്രേമം വിജയിച്ചില്ല. ഒരാൾ പോലും നമ്മളോടൊരു സ്നേഹത്തോടെ ഒരു വാക്കുപോലും പറഞ്ഞില്ല. അങ്ങനെ ഗതികെട്ട് അവസാനം എൻ്റെ അച്ഛൻ തന്നെ മാതൃഭൂമി പത്രത്തിൽ മിശ്രവിവാഹിതരുടെ മകൻ അനുയോജ്യമായ വിവാഹാലോചനകൾ തേടുന്നു എന്ന് പറഞ്ഞ് വിവാഹ പരസ്യം കൊടുത്തു. അത് തിരുവല്ലയിൽ നിന്നും ഒരു ഫാമിലി, അതിൻ്റെ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ ഹെഡ് മാസ്റ്ററായിരുന്നു, അമ്മയും അധ്യാപികയായിരുന്നു. അവരുടെ വീട്ടിൽ നിന്നും ആലോചന വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മിശ്രവിവാഹർക്കും ആലോചന വരുന്നുണ്ടല്ലോ. അവർ അന്നേരം ചോദിച്ചു പിടിച്ച് വന്നപ്പോൾ അവരും മിശ്രവിവാഹിതരുടെ മകളാണ്. ഈ എൻ്റെ വൈഫിൻ്റെ അച്ഛൻ പട്ടികജാതി സമുദായത്തിൽപ്പെട്ട ആളും വൈഫിൻ്റെ അമ്മ ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുമായിരുന്നു. അങ്ങനെ ആ കല്യാണം അന്ന് യൂണിവേഴ്സിറ്റിയിലെ ഉദ്യോഗസ്ഥയായിരുന്നു. കല്യാണം കഴിക്കുന്ന സമയത്ത് അത് സാധാരണ വീട്ടിലുണ്ടാകുന്ന പോലെയുള്ള അടിയും ഇടിയുമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഭാര്യ അല്പം വിശ്വാസിയാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ആദ്യം തന്നെ എടുത്ത ഒരു തീരുമാനം, അല്ലെങ്കിൽ അടി നടക്കും. അതുകൊണ്ട് നമ്മൾ 2 ട്രെയിനുകൾ 2 ഒരേ വഴിയിലൂടെ പോയാൽ അടി ഉണ്ടാകത്തില്ല, ഓപ്പോസിറ്റ് വരുമ്പോഴാണ് അടി ഉണ്ടാകുന്നത്. അപ്പോൾ ഞങ്ങൾ അന്ന് കല്യാണം കഴിഞ്ഞ ഉടൻ തന്നെ ഒരു തീരുമാനമെടുത്തു, അവളുടെ കാര്യത്തിൽ ഞാനോ എൻ്റെ കാര്യത്തിൽ അവളോ ഇടപെടില്ല. അതിപ്പോഴും അത് സന്തോഷപൂർവ്വം ഞങ്ങൾ പാലിച്ചു വരികയാണ്. എൻ്റെ ഭാര്യ ഇപ്പോൾ ലീഗൽ മെട്രോളജി വകുപ്പിൻ്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റാണ്, കൺട്രോളർ എന്ന് പറഞ്ഞ പോസ്റ്റിൽ. ഈ പട്ടത്ത് തന്നെയാണ് അവളുടെ ഓഫീസ്. ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുകയാണ്. അപ്പം ഇനി ഞങ്ങൾ സന്തോഷമായിട്ട് കഴിഞ്ഞു. ഈ പറഞ്ഞ പോലെ അടിയിടിയൊക്കെ ഉണ്ട്. നമ്മൾ ഒച്ച വെച്ചാൽ അവൾ ഒച്ച വെക്കും,
നമ്മൾ അടിയും കൊണ്ട് ചെന്നാൽ അവൾ അടി വെക്കും. അതുകൊണ്ട് ഞങ്ങളത് ഏറ്റുമുട്ടാറില്ല പരസ്പരം. അങ്ങനെ ഇപ്പോൾ എൻ്റെ മകൻ മിശ്രവാദ പ്രസ്ഥാനത്തിൻ്റെ 3ാം തലമുറയിൽപ്പെട്ട ആളാണ്. അവൻ്റെ പേര് അശ്വിൻ എന്നാണ്. അവനിവിടെ ആരോഗ്യവകുപ്പ് ഡയറക്ടറിൻ്റെ ഓഫീസിൽ LD ക്ലർക്കായിട്ട് ജോലി ചെയ്യുക. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞിരുന്നു, അച്ഛനെ പറ്റരുത്, പെണ്ണ് കണ്ട് നടക്കാനും ജാതകം കൊടുക്കാനും ഒന്നും ഇവിടെ ആളില്ല, അതുകൊണ്ട് എവിടെയെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചോളാം ഞാൻ അവനോട് പറഞ്ഞിരുന്നു. അങ്ങനെ അവനെ ഞാൻ പറഞ്ഞു, ഇവിടെ പെണ്ണ് കാണാൻ നടക്കാൻ നേരെയില്ല, ജാതകം കൊടുക്കാൻ നേരെയില്ല, കണ്ടുവെച്ചോണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവൻ്റെ കൂടെ ഒരു 4-5 പെൺകുട്ടികളും ഇവനും കൂടിയാണ് ഈ PSC ടെസ്റ്റുകളെല്ലാം പഠിച്ചിരുന്നത്. അപ്പോൾ അതിനകത്ത് ഈ പെൺകുട്ടികളൊക്കെ ഞങ്ങളുടെ വീട്ടിലും വരും. അങ്ങനെ ഈ 4 പെൺകുട്ടികൾക്ക് ജോലിയായി. അപ്പോൾ അതിലൊരു പെൺകുട്ടി ആദ്യം തിരുവനന്തപുരത്തൊരു ജോലി കിട്ടി. MSc കെമിസ്ട്രി റാങ്കൊക്കെ ഉള്ള കുട്ടിയാണ്. വൃന്ദ എന്നാണ് ആ കുട്ടിയുടെ പേര്. അപ്പം ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, അപ്പോൾ ഈ പെൺകുട്ടികളെല്ലാം കല്യാണത്തിന് ഇവൻ കൂടി നടക്കുകയാണ്. 3 പേരുടെ കല്യാണം കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, ഇവൻ എന്നെ ഓക്കന, ഈ 4 പെൺപിള്ളേർ ത്രൂ ഔട്ട് അവൻ്റെ കൂടെ നടന്നിട്ട് അതിലൊരാളെ കണ്ടുപിടിക്കാൻ ഇവന് പറ്റുന്നില്ലല്ലോ. എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, വൃന്ദ എന്ന് പറഞ്ഞ കുട്ടിയെ കിട്ടിയാൽ കൊള്ളായിരുന്നു പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, അത് ഒരു കാലവും നടക്കുകയില്ല, അത് നായർ സമുദായത്തിൽപ്പെട്ട ഒരു കുട്ടിയാണെന്ന് പറഞ്ഞു. അത് അങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. കുറേ കാലം കഴിഞ്ഞ 2 മാസം മുമ്പ് ഈ വൃന്ദയുടെ അമ്മ എൻ്റെ ഭാര്യയെ ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു, നമുക്ക് ഈ കല്യാണം ഒന്ന് ആലോചിക്കണം, അവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയി, അവരിങ്ങോട്ട് വന്നു. അടുത്ത ഏപ്രിൽ മാസത്തിൽ ആ കല്യാണമാണ്. ആ പെൺകുട്ടിയുടെ അച്ഛൻ 30 വർഷമായിട്ട് ഗൾഫിലാണ്. അപ്പോൾ എൻ്റെ വിചാരം NSSകാരാണ്, അത് അവരൊന്നും ഇത്തരം വിശ്വാസങ്ങളിലേക്ക് കടന്നു വരില്ല. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് ആചാരപ്രകാരം കല്യാണം ചെയ്തു തരാൻ ബുദ്ധിമുട്ടുണ്ട്, ഇനി അവർ നടത്തിക്കോട്ടെ എന്ന് പറഞ്ഞു. അവസാനം അവരൊരു തീരുമാനം എടുത്തു, പെണ്ണും ചെറുക്കനും കൂടി ഒരു തീരുമാനം എടുത്തു. അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് NSSകാർ ഇതിനെ വളരെ ശക്തമായിട്ട് എതിർക്കുമ്പോൾ നമുക്കതിനെ വെല്ലുവിളിച്ചുകൊണ്ട് കല്യാണം നടത്താമെന്നൊക്കെ ആയിരുന്നു എൻ്റെ വിചാരം. പക്ഷേ അവർ ഇത് ചോദിച്ചപ്പോൾ, NSSകാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഈ മറ്റ് ജാതികളിലേക്ക് കല്യാണം കഴിക്കുന്ന കാര്യങ്ങളിൽ ഇപ്പോൾ NSSന് ഉടക്കില്ല എന്നാണ് ഹെഡ് ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശം. ഏതണ്ടനും അഴകോടനും ആയിക്കോട്ടെ, കല്യാണം നടത്തിവിട്ടേക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. SDPയുടെ തീരുമാനം അതുതന്നെയാണ്. അത് നമ്മളെപ്പോലുള്ള പ്രസ്ഥാനങ്ങൾ കരുത്തുട്ട് ഇത്രയും വർഷങ്ങൾ നടത്തിയിട്ടുള്ള ഒരു പോരാട്ടത്തിൻ്റെ ഫലമായിട്ടാണെന്ന് കൂടിയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ പല പെൺകുട്ടികളും ഞങ്ങളുടെയൊക്കെ കല്ലറയെന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്, കോട്ടയത്ത്. അവിടെ എല്ലാ നേഴ്സുമാർ മാത്രമേ ഉള്ളൂ. പ്രീ ഡിഗ്രി റാങ്കോടുകൂടി പാസ്സായാലും അവർ നേഴ്സിംഗ് മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ. അവർ വിദേശത്ത് നിന്ന് 3-4 ലക്ഷം രൂപ ശമ്പളം മേടിക്കും. ഇഷ്ടമുള്ള പയ്യനെ കല്യാണം കഴിച്ചിങ്ങ് പോരുക. അപ്പം അത് പിന്നെ നടത്തി കൊടുത്തേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ NSS ആദ്യകാലത്ത് ഈ അമ്പ് മില്ലുമായിട്ട് നിന്നുകൊണ്ടുള്ള പ്രശ്നം, ഒരുപാട് സാമ്പത്തികമുള്ള ഫാമിലികൾ അവരിൽ നിന്നും വിട്ടുപോയിരിക്കുന്നു. മാസം തോറുമുള്ള ഫണ്ട് കിട്ടാതായി. അപ്പോൾ അവർ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനമാണ്, ആരെയും വിടണ്ട, എല്ലാവരെയും കൂട്ടി വെച്ചോളൂ. ചിലപ്പോൾ ആ കുടുംബത്ത് വേറൊരു പയ്യൻ കാണുമല്ലോ, സഹോദരിയോ അല്ലെങ്കിൽ പെങ്ങളോ കാണും, അവർ നമ്മുടെ രീതിയിൽ കല്യാണം കഴിപ്പിക്കാമെന്ന് പറയും. അപ്പോൾ ഈ പെണ്ണും ചെറുക്കനോട് ആലോചിച്ചെടുത്തൊരു തീരുമാനം, അവർ രജിസ്റ്റർ മാര്യേജ് കഴിച്ചിട്ട് പിറ്റേ ദിവസം ഏറ്റവും വിപുലമായ തോതിൽ ഒരു സദ്യയോടുകൂടി ആ കല്യാണം നടത്താനാണ് ഞങ്ങളിപ്പം തീരുമാനിച്ചത്. ഏപ്രിൽ മാസത്തിൽ, അടുത്ത ഏപ്രിലാണ് എല്ലാവരെയും വിളിച്ച് ഒരു സദ്യയോടുകൂടി ചെയ്യാനാണ് ഇപ്പം തീരുമാനിച്ചിട്ടുള്ളത്. ഇനി അവസാന കാലം NSS അട്ടിമറിക്കപ്പെടുമോ എന്നെനിക്കറിയില്ല. ഏതായാലും അതങ്ങനെ ചെയ്യാനാണ്. അപ്പോൾ ഈ ജാതി എന്ന് പറയുന്നത് നമുക്കങ്ങനെ പെട്ടെന്ന് എടുത്തു കളയാൻ പറ്റുന്ന ഒരു ഘടകമല്ല. ഞാൻ ഏറ്റുമാനൂരിൽ നിന്ന് കുറച്ച് ദൂരം മാറിയാണ് ഞാൻ പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുന്നത്. അവിടെ എനിക്ക് ഒരുമാതിരി നല്ല പ്രാക്ടീസും കാര്യങ്ങളും എല്ലാ രീതികളും ഉണ്ട്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ, ഞാൻ മിശ്രവാദികളുടെ മകനാണല്ലോ, അപ്പോൾ എൻ്റെ ജാതി കണ്ടുപിടിക്കാൻ ഒരു പിടിയില്ല പലർക്കും. എൻ്റെ ജാതി തിരക്കി കല്ലറ എന്ന് പറഞ്ഞ 165 കിലോമീറ്റർ ദൂരത്ത് നിന്ന് ഒരാൾ മലയങ്കീഴ് എൻ്റെ അച്ഛൻ്റെ നാട് വരെ എത്തി എൻ്റെ ജാതി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. നാഗേഷ് സെക്യുലർ ഫെസ്റ്റിവലിൻ്റെ നായകനാണ്. നാഗേഷിനെ നാട്ടിൽ ചെന്ന് നാഗേഷിൻ്റെ ജാതി വേണം എനിക്ക് കണ്ടുപിടിച്ചുകൊണ്ട് തിരിച്ചു വരാം, അല്ലേ? ജാതി നമുക്ക് ഉപേക്ഷിക്കാനേ പറ്റുള്ളൂ. ജാതി ഇല്ലാത്തൊരു ജീവിതം നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മുടെ ജാതി നമ്മുടെ പുറകെ ഇങ്ങനെ വാളുപോലെ നമ്മുടെ പുറകെ ഇങ്ങനെ വരികയാണ്. ഇന്ന് ഞാനിങ്ങനെ ട്രെയിനിൽ വന്ന സമയത്ത് മൈത്രേയൻ സാറുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തിരഞ്ഞെടുക്കപ്പെട്ട വിവാഹങ്ങളാണ് ഏറ്റവും ദുരിതമായി മാറുന്നതെന്ന് പറഞ്ഞു. കാരണം ഒരു പെൺകുട്ടി അതിനു മുമ്പ് കാണാൻ പറ്റാതെ ഇരിക്കുകയും
ഒരു പരിചയമില്ലാതിരിക്കുകയും ഈ കഴിഞ്ഞ എൻ്റെ മകൻ്റെ ഭാര്യയാകാൻ പോണ കുട്ടി ഞങ്ങൾ കല്യാണം ഉറപ്പിച്ച സമയത്ത് കൂടെ തന്നെ വരികയാണ്, ഓരോ ചടങ്ങിനും കൂടെ തന്നെ വരികയാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് എൻ്റെ പെങ്ങൾ ചോദിക്കുക, ഇതെന്നെ ഇടപാടാ, പെണ്ണിനെ നമ്മൾ ആദ്യം വിളക്ക് കൊടുത്തല്ലേ അകത്തേക്ക് കയറ്റേണ്ടത്, ഈ പലതവണ പെണ്ണ് തന്നെ ഇങ്ങനെ വരുന്നത് എന്താണ്? അപ്പോൾ ജാതി നമ്മുടെ പുറകെ ഇങ്ങനെ പോവുകയാണ്. തിരഞ്ഞെടുക്കപ്പെടാത്ത വിവാഹങ്ങൾ, നമ്മൾ തന്നെ കണ്ടുപിടിക്കാത്ത വിവാഹങ്ങളാണ് ഏറ്റവും ദുരിതം എന്ന ഇന്ന് മൈത്രേയൻ സാറിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണുകയുണ്ടായി. എത്രയോ വിവാഹങ്ങൾ നമ്മുടെ കേരളത്തിൽ നടന്ന് പരാജയപ്പെടുന്നു. നമ്മുടെ സിനിമാ നടിമാരൊക്കെ ആസ്ഥാന ജ്യോത്സ്യന്മാരെ വെച്ച് ഒരുപാട് ചടങ്ങുകളോടുകൂടി ആ കല്യാണങ്ങൾ അവർ നടത്തും. രണ്ടാം ദിവസം പരാജയപ്പെട്ട് വീട്ടിലിരിക്കുകയാണ്. എത്രയോ പേരുടെ ജീവിതങ്ങൾ തകർന്നടിയുന്നു. എനിക്കറിയാം, ഏറ്റുമാനൂർ ഫാമിലി കോടതിയിൽ കല്യാണം നടത്തുന്നതിനേക്കാൾ കൂടുതൽ വിവാഹമോചന കേസുകൾ കെട്ടിക്കിടക്കുകയാണ്. കല്യാണം കഴിച്ച് ഇവർ സന്തോഷമായിട്ട് ജീവിച്ചിരിക്കുന്ന ആളുകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിയുമ്പോൾ വിവാഹമോചനത്തിന് ഫയൽ ചെയ്യും. അപ്പോൾ അങ്ങോട്ട് വക്കീലിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴേ വക്കീൽ അങ്ങ് പറഞ്ഞു കൊടുക്കുന്ന വാചകങ്ങളുണ്ട്. ഇവൻ മഹാക്രൂരനാണ്, ഇവൻ എൻ്റെ മുമ്പിൽ വെച്ച് മറ്റൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു, ഇതെല്ലാം എഴുതി കൊടുക്കുമ്പോൾ ഈ പെൺകുട്ടി ചോദിക്കും, ഇത്രയൊന്നും കുഴപ്പമില്ലല്ലോ, അങ്ങനെ എഴുതിയാലേ കേസ് വിജയിക്കുകയുള്ളൂ എന്ന് പറയും. അങ്ങനെ 6-7 വർഷം ഈ കേസും പറഞ്ഞിങ്ങനെ നടക്കുകയാണ്. ഒന്നുമല്ലെങ്കിലും ഇഷ്ടമില്ലാത്തവരുടെ വിവാഹബന്ധങ്ങൾ അവസാനിപ്പിക്കാനുള്ള ഒരു പൊതുവായിട്ടുള്ള തീരുമാനമെങ്കിലും നമുക്ക് വരണ്ടേ? അതുണ്ടാക്കാൻ ഈ കുടുംബ കോടതിയിൽ ഈ പഴകിയ നിയമങ്ങൾ എടുത്ത് കളയണ്ടേ? ഇഷ്ടമില്ലെങ്കിൽ ഇല്ലാത്തവരെന്തിനാണ് ആയുഷ്കാലം ഇങ്ങനെ സഹിച്ച് ജീവിക്കുന്നത്? നമ്മുടെ പത്രങ്ങളിലെ നമ്മുടെ മാര്യേജ് കോളങ്ങളെന്നെടുത്ത് പരിശോധിക്കുക. മാര്യേജ് കോളങ്ങളിൽ വിശ്വകർമ്മ സുന്ദരി, കുരിപ്പേഴ് സാറ് പറഞ്ഞ ഒരു ഉദാഹരണം പുള്ളി വായിച്ചിട്ട് പറഞ്ഞതാണ്. ബ്രാക്കറ്റിൽ മരം, വിശ്വകർമ്മ തന്നെ ആശാരി മൂശാരി തട്ടാൻ പല വിഭാഗങ്ങളുണ്ട്, അത് തിരിച്ചറിയാതിരിക്കാൻ ബ്രാക്കറ്റിൽ മരം. ഈ അടുത്ത കാലത്ത് മറ്റൊരു പരസ്യം ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു. SC/ST ഒഴികെ ബാക്കി എല്ലാ പോവാലന്മാരെയും അണ്ടനെ അഴകോടനെ സ്വീകരിക്കും, SC/ST ഒഴികെ. ഇത് കണ്ട് ഒരു SC പെൺകുട്ടി, സമയമായല്ലേ, SC പെൺകുട്ടി അവനെ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്കെന്ത് വിദ്യാഭ്യാസം ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പ്രീ ഡിഗ്രി. എന്നാൽ ഞാൻ PhD കാരിയാണ്. നിന്നെ പോലെയുള്ള നക്കികളുടെ കൂടെ ജീവിക്കാനുള്ളതല്ല ഞങ്ങളുടെ ജീവിതം. മേലാൽ ഇത്തരം പരസ്യം കൊടുത്തു പോയി. പക്ഷേ നിയമപരമായിട്ട് അതൊന്നും നിരോധിക്കപ്പെട്ടിട്ടില്ല. നമ്മുടെ പത്രങ്ങളിൽ ഈ പരസ്യങ്ങൾ നിരോധിക്കപ്പെട്ടിട്ടില്ല. നമ്മുടെ TV-കളിൽ ഈ പരസ്യങ്ങൾ നിരോധിക്കപ്പെട്ടിട്ടില്ല. അതെല്ലാം അങ്ങനെ തുടരുകയാണ്. നമ്മുടെ യുക്തിവാദി പ്രസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്ന പുതിയ തലമുറ ഒരുപാട് വരുന്നുണ്ട്. പക്ഷെ ഞാൻ നോക്കിയിരിക്കുകയാണ്, പെൺകുട്ടികളെ ആൺകുട്ടികളെ വേണ്ടത്ര കിട്ടുന്നില്ല. 10,000-ഓളം ആളുകൾ പങ്കെടുക്കുന്ന വലിയ യുക്തിവാദി സമ്മേളനങ്ങൾ നടക്കുന്ന നാളാണിത്. പക്ഷേ ഇഷ്ടപ്പെട്ട ഒരു ജാതിമതരഹിത വിവാഹത്തിന് തയ്യാറായിട്ട് ആളുകൾ കടന്നു വരുന്നില്ല. ഇവരൊക്കെ എവിടെ പോയി ഒളിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ പുതിയ തലമുറ, ഇതൊന്നുമില്ലാത്ത പുതിയ തലമുറ കോളേജുകളിലും സ്കൂളുകളിൽ നിന്നും ഇറങ്ങി വരുന്നുണ്ട്. അവരെ നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പോരാട്ടങ്ങൾക്കാണ് നമ്മൾ തയ്യാറാകേണ്ടത്. ഇപ്പം നമ്മുടെ ഒരു യുക്തിവാദികൾ പൊതുവേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, പല യുക്തിവാദികളും പൊതുവേദികളിൽ സുന്ദരമായ പ്രസംഗങ്ങൾ നടത്തുന്നവരും സ്വന്തം നാട്ടിൽ ഏറ്റവും കൊള്ളരുതാത്തവന്മാരുമായിട്ടാണ് ജീവിക്കുന്നതെന്ന് തോന്നുന്നു. അയലോക്കത്തൊരു സംഭവം എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കാൻ തയ്യാറാകുന്നില്ല. ഞങ്ങളെല്ലാം ഈ ജീവിതം ജീവിച്ചിട്ടും ആ നാട്ടിൽ നിന്ന് ഒരാൾ പോലും നമ്മുടെ കാര്യങ്ങളിൽ മോശമായിട്ടൊരു പെരുമാറ്റത്തിലേക്ക് വന്നിട്ടില്ല. കാരണം നമ്മളെങ്ങനെ പെരുമാറുന്നു, അയലോക്കത്തൊരാൾക്ക് അവർ വിശ്വാസികളാണെങ്കിൽ പോലും അവിടെ നമ്മൾ ചെല്ലുകയും ഇടപെടുകയും വേണം. അവരുടെ കാര്യങ്ങൾ നമ്മൾ ഇടപെടണം. അവരുടെ വിശ്വാസം എന്തുവായിക്കോട്ടെ, അവരിൽ ഒരാളായിട്ട് നമ്മൾ മാറിയാൽ യുക്തിവാദി എന്ന പേരിലോ മിശ്രവാദി എന്ന പേരിലോ നമുക്കൊരയിത്വം ഉണ്ടാവില്ല. ആർക്കും ഉണ്ടായിട്ടില്ല. എടമറൂർ സാറ് തൃശ്ശൂരിൽ സമ്മേളനത്തിന് വന്നപ്പോൾ ഞാൻ അവിടെ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന ഒരാൾ ഓടി വന്ന് അദ്ദേഹത്തിൻ്റെ വന്ന് കെട്ടിപ്പിടിച്ചു. ഏതോ കാലത്ത് എടമറൂർ സാറിൻ്റെ സഹായം ഡൽഹിയിൽ വെച്ച് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. എടമറൂർ സാറ് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ചായ കൊടുക്കുന്നവരെല്ലാം ഓടി വന്ന് അവിടം വരെ അദ്ദേഹത്തിന് ചായ കൊടുത്തുകൊണ്ടേയിരിക്കും. അവരുടെ ഒരു വലിയ പ്രശ്നത്തിൽ അദ്ദേഹം ഇടപെട്ടു. ആ ചായ വിൽക്കുന്ന ആളുകൾ യുക്തിവാദികളാണോ മറ്റുള്ളവരാണോ നോക്കിയിട്ടല്ല പ്രശ്നത്തിൽ ഇടപെടുന്നത്. അതുപോലെ നമ്മളും നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്തും മുന്നോട്ട് പോയാൽ നമുക്കൊരൊറ്റപ്പെടലുണ്ടാവില്ല. ഇവിടെ നാഗേഷിൻ്റെ ഒരു പ്രത്യേകത, അവരെല്ലാ മാസവും ഒരുപാട് പരിപാടികൾ സംഘടിപ്പിക്കുന്നവരാണ്. 5 പേരാണെങ്കിലും 10 പേരാണെങ്കിലും
അവർ ആളുകളെ വിളിക്കുകയും പരിപാടി സംഘടിപ്പിക്കുകയും തൻ്റെ ഇടം ഞാൻ ഓർക്കുകയാണ്. 5 പേരോ 10 പേരോ ആയിക്കോട്ടെ, എല്ലാവരെയും വിളിച്ചു കൂട്ടി. അതിന് സംഘടനാ വ്യത്യാസങ്ങളില്ല. എന്നെ പല യുക്തിവാദി സംഘടനകളും യോഗങ്ങൾക്ക് വിളിക്കാറില്ല, പല കാരണങ്ങളുണ്ട്. അതൊന്നും മാറ്റി വെച്ചുകൊണ്ട് എല്ലാവരെയും കൂട്ടി. ഇപ്പോൾ ശ്രീനി പട്ടത്താന സാറ്, പല സംഘടനകളുടെ ആളുകൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ നാസി നേഷൻ എന്ന പരിപാടി, ഈ പ്രസ്ഥാനം കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകട്ടെ. അതിനെല്ലാ ആശംസകളും മിശ്രവാദ സംഘം സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.